നമസ്കാരം. 2023 ഓട്ടോ എക്സ്പോയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേവ് മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ഈവ എന്ന് പേരുള്ള ഒരു ഇലക്ട്രിക് കാർ പരിചയപ്പെടുത്തിയിരുന്നു. അന്നത്തെ ആ ഒരു എക്സ്പോയിൽ എനിക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ കാറിന്റെ ബാക്കിലെ 2 ടയറുകൾ ശ്രദ്ധിച്ചോ? വളരെ അടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവ എന്ന് പറഞ്ഞ ഈ ഒരു കാറിന് 2023 പരിചയപ്പെടുത്തിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങളും നേരിട്ടിരുന്നു. ബാലൻസിങ്ങിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സേഫ്റ്റി കുറവാണെന്നും ഒക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്ന കാര്യങ്ങൾ. എന്തൊക്കെ തന്നെയായാലും ന്യൂഡൽഹിയിൽ 2025 ജനുവരിയിൽ നടന്ന, അതായത് ഇന്നലെ അവസാനിച്ച ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് വേവ് മൊബിലിറ്റിയുടെ ഈവ എന്ന ഈ കാർ വന്നിരിക്കുന്നത്. അതെ, പലരുടെയും വിമർശനങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈവ സോളാർ ഇലക്ട്രിക് കാറിന്റെ മാറ്റങ്ങൾ. മുമ്പ് ഇവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പിറകിലെ 2 ടയറുകൾ അടുപ്പിച്ച് വെച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇത്തവണ അത് അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 വേരിയന്റ് കാറുകളാണ് ഈവയ്ക്കുള്ളത്: നോവ, സ്റ്റെല്ല, പിന്നെ വീഗ. RWD മോട്ടോറാണ് ഈ 3 വേരിയന്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് റിയൽ വീൽ ഡ്രൈവ്. ബേസ് വേരിയന്റായ ഈവ നോവയ്ക്കും മിഡ് വേരിയന്റായ സ്റ്റെല്ലയ്ക്കും 16 bhp, അതായത് ഏകദേശം 12 കിലോവാട്ട് മോട്ടോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പ് വേരിയന്റായ ഈവ വീഗയ്ക്ക് 20 bhp, അതായത് ഏകദേശം 15 കിലോവാട്ട് മോട്ടോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 70 km/h ആണ് ഈ 3 വേരിയന്റുകളുടെയും ടോപ്പ് സ്പീഡ്. 40 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പ് എൻ വേരിയന്റായ ഈവ വീഗയ്ക്ക് 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 5 സെക്കൻഡ്സ് ആണ് വേണ്ടത്. വീഗയ്ക്ക് താഴെയുള്ള 2 വേരിയന്റുകൾക്കും ടോർക്കിലും ആക്സിലറേഷനിലും കുറച്ച് കുറവുണ്ടാവും, പക്ഷെ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് സാധാരണ കാർ പോലെയല്ല, ഒരു ഓട്ടോറിക്ഷ പോലെയാണ്. മുന്നിലെ ക്യാബിനിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അതായത് വണ്ടി ഓടിക്കുന്ന ആള്. പിന്നെ പിറകിൽ 2 വലിയ ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തതെന്നാണ് കേട്ടോ. അതായത് ഒരു ഭാര്യ, ഭർത്താവ്, ഒരു ചെറിയ കുട്ടി, അങ്ങനെയാകുമ്പം ഒരാൾ വണ്ടി ഓടിക്കുന്നു, പിറകിൽ ഒരാളും കുട്ടിയും. കാരണം അത്രയും ചെറുതാണ് ഈ വണ്ടി, വളരെ വീതിയും കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബേസ് വേരിയന്റായ നോവയുടെ 9 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കിൽ നിന്നും 125 km IDC റേഞ്ച് അല്ല കേട്ടോ, റിയൽ റേഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. മിഡ് വേരിയന്റായ സ്റ്റെല്ലയുടെ 12.6 kWh ബാറ്ററി പാക്കിൽ നിന്നും 175 km റിയൽ റേഞ്ചും ടോപ്പ് എൻഡ് വേരിയന്റായ വീഗയുടെ 18 kWh ബാറ്ററി പാക്കിൽ നിന്നും 250 km റിയൽ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇവരുടെ DC ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിച്ച് ഈ 3 വേരിയന്റുകളുടെയും ബാറ്ററി 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ മതിയാകും. പക്ഷേ ഈ ചാർജറുകൾക്ക് നമ്മൾ വണ്ടിയുടെ വിലയ്ക്ക് പുറമെ എഡീഷണൽ ആയിട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്കിത് വീട്ടിലെ 15 ആംസിന്റെ സ്റ്റാൻഡേർഡ് സോക്കറ്റിൽ വെച്ചിട്ടും ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 7-8 മണിക്കൂറൊക്കെ എടുക്കും, ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ സമയം എടുക്കും. പക്ഷേ നമ്മൾ രാത്രി ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ചാർജ് ആയിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇനി നമ്മൾ വണ്ടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സോളാർ പാനൽസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്കത് നിർബന്ധമായിട്ടും വേണമെങ്കിൽ പറഞ്ഞാൽ അവരത് ഫിറ്റ് ചെയ്ത് തരും. ഇല്ലെങ്കിൽ മുകളിലെ ആ ഒരു ഏരിയ മുഴുവൻ സൺറൂഫ് ആയിരിക്കും. ഈ ഒരു സോളാർ പാനൽ നമ്മൾ വണ്ടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 3000 കിലോമീറ്റർ, അതായത് സോളാർ എനർജിയിൽ നിന്ന് മാത്രം 3000 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ആവറേജ് ഒരു ദിവസം 10 കിലോമീറ്ററിനടുത്ത് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സോളാർ പാനലിന് നമ്മൾ എഡീഷണൽ കോസ്റ്റ് നൽകേണ്ടി വരും, പക്ഷെ അത് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഈ സോളാർ പാനലിന്റെ കൃത്യമായ വില പുറത്ത് വിട്ടിരുന്നെങ്കിൽ 10 കിലോമീറ്റർ ഓട്ടം വെച്ചിട്ട് നമുക്ക് തന്നെ അതൊന്ന് കണക്ക് കൂട്ടി നോക്കായിരുന്നു അല്ലേ, ലാഭമാണോ നഷ്ടമാണോ എന്ന്. ഓക്കെ, ഇനി നമ്മൾ ഈ വണ്ടിയുടെ വിലയും വാറന്റിയും ഒക്കെ പറയുന്നതിന് മുമ്പ് ഇതിൽ വരുന്ന കുറച്ച് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുന്നിലെ ക്യാബിനിൽ ഡുവൽ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ടച്ച് സ്ക്രീനും പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും, ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ പോലെ ഇപ്പോൾ ഒരുവിധം എല്ലാ വണ്ടികളിലും വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളും വരുന്നുണ്ട്. 2 രീതിയിലാണ് ഇവർ ഈ വണ്ടി വിൽപ്പന നടത്തുന്നത് കേട്ടോ. ഒന്ന് നമ്മൾ സാധാരണ ഒരു വാഹനം വാങ്ങിക്കുന്നത് പോലെ തന്നെ. പിന്നെ അടുത്ത രീതി എന്ന് പറയുകയാണെങ്കിൽ ബാസ് ആണ്, BAAS, അതായത് ബാറ്ററി ആസ് എ സർവീസ്. എന്ന് വെച്ചാൽ വണ്ടിയിലെ ബാറ്ററിയുടെ വില നമ്മൾ ഓടുന്നതിനനുസരിച്ചിട്ട് മാസം കൊടുത്താൽ മതി എന്നർത്ഥം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററി നമ്മൾ വാടകയ്ക്ക് എടുത്ത് ഓടിക്കാൻ അർത്ഥം. അങ്ങനെ വാങ്ങിക്കുമ്പം വണ്ടിയുടെ വില നന്നായിട്ട് കുറയുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് സാധാരണ രീതിയിൽ വണ്ടി വാങ്ങിക്കാൻ എത്ര രൂപയാണെന്ന് നോക്കാല്ലേ. വേവ് എന്ന കമ്പനിയുടെ ബേസ് വേരിയന്റ് ആയ നോവയ്ക്ക് 4 ലക്ഷം രൂപയും മിഡ് വേരിയന്റ് ആയ സ്റ്റെല്ലയ്ക്ക് 5 ലക്ഷം രൂപയും ടോപ്പ് എൻ വേരിയന്റ് ആയ വേഗയ്ക്ക് 6 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത്. ബാറ്ററി സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി വാങ്ങിക്കുന്നതെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നോവയ്ക്ക് 3.25 ലക്ഷം രൂപയും സ്റ്റെല്ലയ്ക്ക് 4 ലക്ഷം രൂപയും അതുപോലെ വേഗയ്ക്ക് 4.5 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത് കേട്ടോ.
പിന്നെ നമുക്ക് സോളാർ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മുകളിൽ ഒരുപാട് പൈസ ഇനിയും കൊടുക്കേണ്ടി വരും. അതേപോലെ ബാറ്ററി വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഓരോ മാസവും നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നുള്ളതിന്റെ കണക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 വേരിയന്റുകൾക്കും ഓരോ കിലോമീറ്റർ ഓടാനും നമ്മൾ കൊടുക്കേണ്ടത് 2 രൂപ വീതമാണ്. നോവയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം നമ്മൾ 600 കിലോമീറ്റർ ഓടണം. ഓടിയാലും ഇല്ലെങ്കിലും നമ്മൾ 600 കിലോമീറ്ററിന്റെ കാശ് കൊടുക്കണം. ഇനിയിപ്പോൾ കൂടുതൽ ഓടുകയാണെങ്കിൽ 1 കിലോമീറ്ററിന് 2 രൂപ വെച്ചും കൊടുക്കണം. ആ ഒരു കണക്ക് വെച്ച് ചുരുങ്ങിയത് സ്റ്റെല്ലയിൽ ഒരു മാസം 800 കിലോമീറ്ററും വേഗയിൽ ഒരു മാസം ചുരുങ്ങിയത് 1200 കിലോമീറ്ററുമാണ് ഓടേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ വാറന്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബേസ് വേരിയന്റ് നോവയ്ക്കും മിഡ് വേരിയന്റ് സ്റ്റെല്ലയ്ക്കും ബാറ്ററി ഒഴികെ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം വാറന്റിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിക്ക് മാത്രം 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷമാണ് വാറന്റി. എക്സ്റ്റൻഡഡ് വാറന്റിയും ഉണ്ട് കേട്ടോ. വണ്ടിക്ക് 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം, ബാറ്ററിക്ക് മാത്രം 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം. ടോപ്പ് എൻഡ് വേരിയന്റായ വേഗയ്ക്ക് 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം വണ്ടിക്കും 1,20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം ബാറ്ററിക്കും വാറന്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വേരിയന്റിന്റെ എക്സ്റ്റൻഡഡ് വാറന്റി വണ്ടിക്ക് 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷവും ബാറ്ററിക്ക് 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 രൂപ കൊടുത്ത് ഈ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇപ്പം ബുക്ക് ചെയ്യരുത്. 2026 ഇവർ ഡെലിവറി തുടങ്ങുമെന്നും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സെന്ററുകൾ ഇന്ത്യയിലെ പല സിറ്റികളിൽ വരുമെന്നും ടെസ്റ്റ് റൈഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ബുക്കിംഗ് എമൗണ്ട് ആയ 5,000 രൂപ തിരിച്ചു തരുമെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് സെന്ററുകൾ കേരളത്തിൽ വന്നതിന് ശേഷം ടെസ്റ്റ് റൈഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം വണ്ടി ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.